കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പിണക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ പൊതുജന ശ്രദ്ധയിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ ബജറ്റിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസ്ഥാനത്തെ ഒട്ടുമിക്ക പ്രമുഖർക്കും സ്മാരകങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മപ്പെടുത്തലുകൾക്കൊക്കെ പണം മാറ്റിവെച്ചു. പക്ഷേ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു നയാ പൈസ പോലും ഈ ബജറ്റിൽ മാറ്റിവെക്കാൻ വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിക്ക് ഉചിതമായ സ്മാരകം പ്രഖ്യാപിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് ചാണ്ടി ഉമ്മനും കുടുംബവും. നീരസം പരസ്യമായി പ്രകടമാക്കിയില്ലെങ്കിലും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ പരിഗണിക്കാത്തതിൽ നേരത്തെ തന്നെ പ്രതിഷേധത്തിലാണ് ഉമ്മൻചാണ്ടി അനുകൂലികൾ. നൃപൻ ചേരുകയാണ്. നൃപൻ, കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ നിരയിൽ പ്രവർത്തിച്ച, ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഉചിതമായ ഒരു സ്മാരകം എന്തുകൊണ്ട് UDF സർക്കാർ പ്രഖ്യാപിച്ചില്ല എന്ന ചോദ്യം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ ചാണ്ടി ഉമ്മനെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ പോയതും അന്നേറെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വിഷയമാണ്. നമുക്കറിയാം, 2011 ഒരു മടക്കയാത്ര നടത്തേണ്ടി വരും. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് വി.ഡി. സതീശൻ ആ മന്ത്രിസഭയിൽ അംഗമാകും എന്നൊക്കെ വളരെ ശക്തമായി കേട്ടിരുന്നു. ധനമന്ത്രി സ്ഥാനം വി.ഡി. സതീശന് ലഭിക്കും എന്ന് കേട്ടിരുന്നു. പക്ഷേ മന്ത്രിമാരുടെ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ വി.ഡി. സതീശൻ ഉണ്ടായിരുന്നില്ല. അതും ഇപ്പോഴത്തെ തീരുമാനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നൃപൻ? ഷമ്മി, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മാത്രമല്ല പ്രവർത്തകരുടെ അണിയിലും ഒപ്പം തന്നെ കോൺഗ്രസ് വിശ്വസിക്കാത്ത ജനങ്ങൾക്ക് പോലും വലിയ പിന്തുണയുള്ള നേതാവാണ് മൺമറഞ്ഞു പോയ ഏറ്റവും പ്രധാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന, ധനമന്ത്രിയൊക്കെ ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഈ മന്ത്രിസഭയിൽ മന്ത്രിപദത്തിലേക്ക് എത്തുമെന്ന കാര്യം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ്. പലതരത്തിൽ നേരത്തെ അദ്ദേഹത്തിന് കായികം, യുവജനക്ഷേമം അടക്കമുള്ള യുവ പ്രാതിനിധ്യം എന്ന തരത്തിൽ ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് കരുതുകയും ചെയ്തു. പക്ഷേ ഗ്രൂപ്പ് വീതമ്പപ്പിനും വടംവലിക്കും ഇടയിൽ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായി. അതിൽ തന്നെ ഉമ്മൻചാണ്ടിയെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വലിയൊരു വിഭാഗം കോൺഗ്രസിൻ്റെ അനുഭാവികൾക്ക് കടുത്ത അമർഷമുണ്ടായിരുന്നു. ഒപ്പമാണ് ഇപ്പോൾ കുടുംബം തന്നെ കടുത്ത അതൃപ്തിയിലേക്ക് വരുന്നത്. കാരണം ഉമ്മൻചാണ്ടിക്ക് ഉചിതമായ സ്മാരകം ഈ വി.ഡി. സതീശൻ്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ ഉണ്ടാകുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ പല സാംസ്കാരിക നേതാക്കന്മാർക്കും ഈ പല സ്ഥലങ്ങളിലും സാംസ്കാരിക മന്ദിരങ്ങളും വിവിധ പദ്ധതികളും പ്രോജക്റ്റുകളും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പേര് ഈ ബഡ്ജറ്റിൽ അങ്ങനെ ഒരു സ്മാരകമായി പരാമർശിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനമാണ് ചാണ്ടി കുടുംബത്തിനുള്ളത്. കാരണം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന നിലയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സംഘടന രൂപീകരിച്ചുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി, കാരുണ്യ പ്രവർത്തനവുമായി കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് അവർ ഇപ്പോൾ പറയുമ്പോഴും ഒരു നല്ല സ്മാരകം ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ തന്നെ എല്ലാ നേതാക്കളും ഈ നോമിനേഷൻ നൽകുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഈ പുതുപ്പള്ളിയിലുള്ള സ്മൃതി മണ്ഡപത്തിൽ പോയി മെഴുകുതിരി കത്തിച്ച ശേഷമാണ് പലരും നേതാക്കളും പോയത്. KPCC അധ്യക്ഷൻ്റെ പദവി ഏറ്റെടുക്കുമ്പോൾ, യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പദവി ഏറ്റെടുക്കുമ്പോൾ, മഹിളാ കോൺഗ്രസിൻ്റെ പദവി ഏറ്റെടുക്കുമ്പോൾ, എല്ലാ മന്ത്രിമാരും അവിടെ ചുമതല ഏറ്റെടുക്കുമ്പോഴൊക്കെ തന്നെ അവിടെ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ റീൽസായി ഇടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലക്സും ബോർഡും പോസ്റ്ററുകളും എല്ലാം എല്ലായിടത്തും ഉപയോഗിക്കുകയും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ വിലയിരുത്തുകയൊക്കെ ചെയ്ത ഒരു കോൺഗ്രസ് നേതാക്കൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളിലെല്ലാം ഉമ്മൻചാണ്ടിയെ കോട്ട് ചെയ്യുകയും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം പ്രസംഗിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ആദ്യ ബഡ്ജറ്റിൽ തന്നെ 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പല വിധത്തിലുള്ള സ്മാരകങ്ങൾ പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ മാത്രം തഴഞ്ഞു എന്ന വികാരമാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനിപ്പോൾ നിലവിലുള്ളത്. അവർ സ്വന്തമായി ഫൗണ്ടേഷൻ്റെ കീഴിൽ സ്മാരകം പണിയാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. പക്ഷേ പരസ്യമായി നീരസം പ്രകടമാക്കാൻ അവർ തയ്യാറല്ല. കാരണം കടുത്ത അതിർത്തി കുറേ കാലങ്ങളായി അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ പരിഗണിക്കാത്തത് മുതലുള്ള രോഷം
അണപൊട്ടി ഒഴുകുന്ന രോഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് കുടുംബം തയ്യാറാകേണ്ട എന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ സ്മാരകത്തിൽ കൂടി ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം ശക്തമാണ്. ഇക്കാര്യങ്ങളിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കാരണം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി വരുമെന്ന് വി ഡി സതീശനെ കരുതിയിരുന്നെങ്കിൽ അവസാന നിമിഷം തഴയപ്പെട്ട് വ്രണത ഹൃദയനായി ഇറങ്ങിപ്പോകുന്ന വി ഡി സതീശൻ്റെ മുഖം എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മധുര പ്രതികാരമാണ് ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലേക്ക് വരാത്തതെന്ന് അപ്പോൾ തന്നെ ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്മാരകം പണിയാത്തതും പൂർണ്ണമായ അവഗണനയാണോ എന്ന കാര്യം വി ഡി സതീശനാണ് വ്യക്തമാക്കേണ്ടത്. ഒരു കാര്യം കൂടി ഉമ്മൻചാണ്ടി കുടുംബത്തിന് വലിയ തരത്തിലുള്ള വിമർശനമുള്ളത് അവർ പരസ്യമായി പറയുന്നില്ല എങ്കിലും ഉമ്മൻചാണ്ടിയുടെ ചിറകിൽ നടിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന നിരവധി നേതാക്കൾ മന്ത്രിസഭയിലുണ്ട്. PC വിഷ്ണുനാഥുണ്ട്, T സിദ്ദിഖുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ലെഗസി എല്ലാം പേറുന്ന യുവനേതാവ് താനാണെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഭാരമായിട്ടുള്ള ഷാഫി പറമ്പിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. സണ്ണി ജോസഫിനെ പോലെയുള്ള KPCC അധ്യക്ഷൻ തന്നെ മന്ത്രിസഭയിലുണ്ട്. ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ മന്ത്രിസഭയിലും അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം മന്ത്രിസഭയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ തഴഞ്ഞു എന്ന വികാരമാണ് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. വലിയ തരത്തിൽ വല്ല പ്രതിഷേധം ഗ്രൂപ്പിനതീതമായി A വിഭാഗമെന്നോ I വിഭാഗമെന്നോ മറ്റ് വിശാല വിഭാഗങ്ങളെന്നോ കരുതാത്ത എല്ലാ മുതിർന്ന നേതാക്കൾക്കും ഇതിൽ കടുത്ത രോഷമുണ്ട്. മന്ത്രി ഈ പറഞ്ഞ സ്മാരകങ്ങളും മറ്റേ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പല നിർദ്ദേശങ്ങളും ബഡ്ജറ്റ് ചർച്ചയിലുണ്ടായല്ലോ. ആ ചർച്ചയ്ക്ക് ശേഷം അവസാനം പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ നടത്തി. അതിൽ പോലും ബഡ്ജറ്റിൻ്റെ മറുപടിയിൽ പോലും ഈ ഉമ്മൻചാണ്ടിക്ക് ഒരു ഏറ്റവും ഉചിതമായൊരു സ്മാരകത്തെക്കുറിച്ച് ഒരു പരാമർശമോ അത്തരം ഒരു സംഗതിയെക്കുറിച്ച് ആലോചിക്കാൻ ഒരു പദ്ധതി ഉണ്ടെന്ന് പോലും പ്രഖ്യാപിച്ചില്ല.